ആ, ഷമീർ സാർ, ഹലോ സാർ, ഷമീർ സാർ റെഡി അല്ലേ? ഹലോ സാർ. ഓ റെഡിയാണ് റെഡിയാണ് ഓ, റെഡിയാണ്. ഓക്കെ സാർ. ആ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കരയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ 16-ാമത്തെ വെബിനാർ സെഷനാണ് ഇന്ന് നമുക്കിവിടെ നടക്കുന്നത്. ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സണായിട്ടുള്ളത് ഷമീർ സാറാണ്, ഡോക്ടർ ഷമീർ സാർ. ഹീസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, നാം കോളേജ്, കണ്ണൂർ. അദ്ദേഹം നമുക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ കൂടിയാണ്. നമ്മുടെ സെറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ പൈത്തോൺ പ്രോഗ്രാമിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ള ഈ ഒരു വെബിനാർ സെഷൻ സാറ് വോളണ്ടറി ആയിട്ട് നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം സാറ് തയ്യാറായി. സാറിന് അതിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം 2020 PhD നേടിയത്. നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ PhD കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ ക്രസൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അദ്ദേഹം MCA പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ MPhil ഡിഗ്രി മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 23 വർഷത്തോളമുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഈ മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെ SCA പബ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ 6 സ്കോപ്പസ് ജേണൽസും അതുപോലെ തന്നെ SCA പബ്ലിക്കേഷൻസും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നിലവിൽ NCC നോഡൽ ഓഫീസറാണ്, നാം കോളേജിലെ NCC പ്രോഗ്രാം ഓഫീസറാണ്. അതുപോലെ തന്നെ NSS പ്രോഗ്രാം ഓഫീസർ അവാർഡും അദ്ദേഹം സ്റ്റേറ്റ് ലെവൽ ബെസ്റ്റ് NSS പ്രോഗ്രാം ഓഫീസറും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 പുസ്തകങ്ങളുടെയും റൈറ്ററാണ്. ഫണ്ടമെൻ്റൽസ് ഓഫ് AI ആൻഡ് IoT, അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള പുസ്തകങ്ങളുടെയൊക്കെ രചയിതാവാണ്. അതുപോലെ തന്നെ അദ്ദേഹം പ്രസൻറ്റ് റാങ്ക് എന്ന് പറയുന്നത് NCC നോഡ് ഓഫീസറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് റാങ്ക് ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ അദ്ദേഹം NCC റിപ്പബ്ലിക് ഡേ പ്രോഗ്രാംസുകൾക്കും അതുപോലെ അദ്ദേഹം NCC ഓഫീസറായിട്ട് അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ആയാലും നമ്മുടെ ഈ ഇന്നത്തെ സെഷനിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ പൈത്തോൺ പ്രോഗ്രാമിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ള മേഖലയിൽ എങ്ങനെയാണ് പൈത്തോൺ പ്രോഗ്രാമിംഗ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് നമുക്ക് പൈത്തോണൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്കിതിൽ ഏറെ പ്രയോജനപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ഷമീർ സാറിനെ ക്ഷണിക്കുന്നു. തുടങ്ങട്ടെ? ആ സാറ് സ്ക്രീൻ ഷെയർ ചെയ്യുമല്ലോ അല്ലേ സാർ? ഞാൻ സ്ക്രീന് കുറച്ച് കഴിഞ്ഞിട്ട് ലൈവായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന കാണിക്കാം. ഓക്കെ സാർ. എന്താ പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയൊരു ടോക്ക് നടത്തിക്കൂടെ? ഓക്കെ സാർ. ഓക്കെ സാർ. പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ല, ഞാൻ പ്രോഗ്രാം ലൈവായിട്ട് ചെയ്യാം. വേണമെങ്കിൽ സ്റ്റുഡൻസിന് പിന്നെ അത് സ്ക്രീൻഷോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ അതിന്റെ PDF അയച്ചു തരാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. സാർ, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇതിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജിലെ സ്റ്റുഡൻസും ഉണ്ട്. നിലവിൽ 79 പേരാണുള്ളത്. ഓക്കെ സാർ.
എന്നിരുന്നാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ, അതായത് സ്റ്റുഡന്റ് എംപവർമെന്റ് ട്രെയിനിങ് സെറ്റിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കലിന്റെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യുന്ന, ഹോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചു. എനിക്ക് തോന്നുന്ന ഇതിൽ ഒരു സാറ് സജിത്ത് സാറ് ഇതിലുണ്ട്, സാറ് പറഞ്ഞിട്ടുണ്ട്. സജിത്ത് സാറ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി മറ്റ് അധ്യാപകരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അധ്യാപകരെ, പിന്നെ ചേലക്കര പോളി അല്ലാതെ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മറ്റ് പോളിടെക്നിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷമീർ, കണ്ണൂരാണ് വീട്. ഞാൻ വലിയ പൈത്തൺ പഠിപ്പിക്കുന്നുണ്ട്. ഈ റീസെന്റ് ആയിട്ടാണ് നമ്മുടെ സിലബസിൽ ഈ പൈത്തൺ വന്നത്. അതുകൊണ്ട് പൈത്തനെ കുറിച്ച് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ഇയറിന് ഈ പൈത്തൺ പഠിക്കാനുണ്ട് എന്നാണ് ഷൈൻ സർ സൂചിപ്പിച്ചത്. തീർച്ചയായും എനിക്കറിയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ ഒരു ചെറിയ ഒരു സമയത്തിനുള്ളിൽ ഇവിടെ ഷെയർ ചെയ്യാം. സർ ഓഡിബിൾ അല്ലേ വോയിസ്? വോയിസ് ഓഡിബിൾ അല്ലേ? ക്ലിയർ ആണ് സർ. സാറേ, സ്പീഡോ മറ്റോ കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം നമ്മളെ നാട് വ്യത്യാസം ഉണ്ടാവും. കണ്ണൂരിലെ ഇതായിരിക്കില്ല നിങ്ങൾക്ക് അവിടെ ചേലക്കര. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണം. ഓക്കെ. നമ്മൾ ഈ പിന്നെ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്കറിയാം ഡിജിറ്റൽ വേൾഡ് ആണ്. സോഫ്റ്റ്വെയറുകളാണ്, പല തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഓക്കെ. ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഡ്രിവൺ ബൈ പ്രോഗ്രാമിംഗ് കോഡ്. നമുക്കറിയാലോ, പ്രോഗ്രാമിംഗ് കോഡാണ് ഈ കംപ്ലീറ്റ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വ്യത്യസ്തമായ പല പല ആപ്പുകൾ, ആപ്ലിക്കേഷനുകൾ, സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ആ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ടാവല്ലോ. ഈ ആപ്പുകളൊക്കെ പിന്നെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ ഈ സോഫ്റ്റ്വെയർ കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഒരുപാട് പിന്നെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. നമ്മുടെ ഡെവലപ്പേഴ്സ് ഒക്കെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ഈ ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് ആയാലും ആപ്പുകളായാലും സോഫ്റ്റ്വെയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഈ സോഫ്റ്റ്വെയർ നമ്മൾ അതെല്ലാം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഫെസിലിറ്റേറ്റ് ദി സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്മെന്റ് പ്രോസസ്. ഇതൊക്കെ ഈ ഒരു എന്താ പറയാ, ഒരു എക്സൈറ്റിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു സർവേ പറയുന്നത് മോർ ദാൻ 75 to 85% ഡെവലപ്പേഴ്സ് ഇന്ന് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ പൈത്തൺ റിലേറ്റഡ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് എന്നാണ് സർവേ പറയുന്നത്. എനിക്ക് ഇൻഡസ്ട്രി ആയിട്ട് വലിയ ഇതൊന്നും എങ്കിലും Python is the main coding language for more than 80% of the developers are using this language. Okay. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ പൈത്തൺ പ്രോഗ്രാമിംഗിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് മാർക്കറ്റിൽ ഇൻഡസ്ട്രി, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? വൈ ഈസ് പൈത്തൺ ഈസ് സോ പോപ്പുലർ? അതാണ് ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്രയും വലിയ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആവുന്നത്? സത്യത്തിൽ വളരെ ഈസിയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം തന്നെ. പൈത്തൺ യൂസ് ചെയ്യുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈത്തൺ പ്രോഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റിൽ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെങ്കിൽ, AI, മെഷീൻ ലാംഗ്വേജ്, ന്യൂമറിക്കൽ കമ്പ്യൂട്ടിംഗ്, മൊബൈൽ ആപ്ലിക്കേഷൻ, ഗെയിം ഡെവലപ്മെന്റ് തുടങ്ങിയ എല്ലാ ഈ ഏരിയയിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്യാം. പിന്നെ പൈത്തൺ വളരെ അതിന്റെ സിൻടാക്സ്, പൈത്തന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ സിൻടാക്സ് ആണ്, ഈസി ടു യൂസ് ആണ്. അത് മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും.
ഇതുകൊണ്ടൊക്കെയാണ് പൈത്തൺ പോപ്പുലർ ആണെന്ന് പറയുന്നത്. ഏകദേശം ഒരുപാട് 80 കാലഘട്ടത്തിലാണ് പൈത്തൺ ആദ്യമായിട്ട് 80-85 കാലഘട്ടത്തിലാണ് പൈത്തൺ പ്രോഗ്രാമിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഒരു 2000-ത്തിന് ശേഷമാണ് ഈ പൈത്തൺ ഉപയോഗിച്ച് തുടങ്ങുന്നത് മാർക്കറ്റിൽ ഇന്ന് വരുന്നത്. എന്തുകൊണ്ടാണ് പൈത്തൺ ഇത് സിമ്പിൾ ആണ്. പൈത്തൺ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈത്തൺ ഡൈനാമിക് ആണ്, പോർട്ടബിൾ ആണ്, സ്കാലബിൾ ആണ്. GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി ഈ പൈത്തണിന്റെ ലൈബ്രറി ഫയൽസ് എന്ന് പറയുന്നത് ഒരുപാട് ലൈബ്രറി ഫയൽസ് പൈത്തൺ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത ഇത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പൊ വിൻഡോസിൽ ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് പൈത്തൺ ചെയ്യാൻ പറ്റും. പോർട്ടബിൾ ആണ്. ഒരു സിസ്റ്റത്തിൽ ചെയ്ത വിൻഡോസിൽ ചെയ്ത പ്രോഗ്രാം നമുക്ക് ലിനക്സിലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈസി ആയിട്ട് പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടൊക്കെയാണ് പൈത്തൺ പ്രോഗ്രാം വളരെ പോപ്പുലർ ആണെന്ന് പറയുന്നത്. ഇന്ന് ഇൻഡസ്ട്രിയിൽ സ്റ്റുഡൻസ് ഒക്കെ നമ്മളെ കോഴ്സ്, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾ പൈത്തന്റെ അഡ്വാൻസ് കോഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയി കഴിഞ്ഞാലും പൈത്തൺ പ്രോഗ്രാം ഉണ്ടായാൽ നമുക്ക് ഒരു തരത്തിലില്ലെങ്കിൽ വേറൊരു തരത്തിൽ ഈ കമ്പ്യൂട്ടർ ഫീൽഡിൽ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഞാൻ പൈത്തന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. പൈത്തൺ എന്തുകൊണ്ടാണ് പോപ്പുലർ, അതാണ് ഒരു ഗുണം, പ്രത്യേകത. ഫ്രീ ആയിട്ട് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നേരെ പൈത്തന്റെ സൈറ്റിൽ പോകുന്നു, നമുക്ക് പൈത്തൺ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നു. പൈത്തൺ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പൈത്തൺ 3 രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പൈത്തൺ പ്രോഗ്രാം നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഇന്ററാക്റ്റീവ് ഇന്റർപ്രറ്റർ എന്ന് പറയുക ഒന്ന്. രണ്ടാമത്തേത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ആ ലെവലിലുള്ള ഇതാണ്. മൂന്നാമത്തേതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് IDE, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. ഇത് കുറച്ച് നമുക്ക് ഒരു ഗുണം, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ IDE വെച്ചിട്ട് ആണ് പൈത്തൺ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? സ്പീഡ് കൂടുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് സാറേ, സ്പീഡ് നോർമൽ ആണ് സാറേ. 1 hour ആണ് സാർ നമുക്ക് അനുവദിച്ചത്, പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് പ്രോഗ്രാം ചെയ്ത് കാണിക്കണം എന്നുണ്ട്. ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ GUI ആപ്ലിക്കേഷനിൽ നിന്നാണ് പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്നത്. പൈത്തൺ ഒരുപാട് വേർഷൻസ് ഉണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പൈത്തന്റെ തന്നെ അഡ്വാൻസ് പല വേർഷൻസുകൾ ഉണ്ട്. അതൊന്നും നമുക്ക് ഇപ്പോൾ ഞാനത് പറയുന്നില്ല. ഓക്കെ, ഇനി പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് അപ്ലിക്കേഷൻസ് നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ ഈ പൈത്തൺ പ്രോഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെബ് ഡെവലപ്മെന്റിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. മെഷീൻ ലേണിംഗിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. AI ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഏരിയ ആണല്ലോ AI-യിലും ഇന്ന് പൈത്തൺ നമ്മൾ ഉപയോഗിക്കുന്നു. ഡാറ്റാ സയൻസിൽ ഉപയോഗിക്കുന്നു. ഗെയിം ഡെവലപ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓഡിയോ വിഷ്വൽ അപ്ലിക്കേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഉപയോഗിക്കുന്നു. GUI ആപ്ലിക്കേഷനിൽ തുടങ്ങിയ ഒരുപാട് മേഖലയിൽ നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം, പൈത്തന്റെ പ്രോഗ്രാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വെബ് ആപ്ലിക്കേഷനിൽ നമ്മൾ വെറും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓരോ
ഉണ്ട്. ഡിജാങ്കോ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൈത്തന്റെ ആ വെബ് ആയിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത ഇത് ചെയ്യുന്നത്. അല്ലെ ഫ്ലാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം അങ്ങനെ പിന്നെ ഓരോ ഏരിയയിലും ഡാറ്റാ സയൻസിലും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് അനാലിസിസിനൊക്കെ നമുക്ക് പിന്നെ ഡാറ്റ വിഷ്വലൈസ് ചെയ്യാൻ ഡാറ്റ വിഷ്വലൈസേഷന്റെ ഒരു ചെറിയ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞുതരും. പിന്നെ സിമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഡാറ്റ അത് നമുക്ക് ഉപയോഗിക്കും. ഈ എഞ്ചിനീയറിംഗ് സെക്ടറിൽ വരുന്നതാണ്. മെക്കാനിക്കൽ അത് ഉണ്ടാവോ ഈ ക്യാഡ്? അതെ സാറേ, നമ്മുടെ കോർ ഡിസൈനിങ് ഡ്രാഫ്റ്റിംഗ് ക്യാഡ് തന്നെയാണ്. അപ്പൊ കുറെ ഏരിയയിൽ ഈ ക്യാഡിൽ ഈ നമ്മുടെ പൈത്തണിന്റെ വേർഷൻസ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ്, ആർക്കിടെക്ചർ റിലേറ്റഡ്, ആ 3D ഡിസൈനിങ്ങിൽ അതിലൊക്കെ എത്രത്തോളം നമ്മൾ പഠിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഈ റോബോട്ടിക്സ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ ഒരുപാട് ഏരിയയിൽ പിന്നെ റോബോട്ടിക്സ് കഴിഞ്ഞു. ഇങ്ങനെ പല വ്യത്യസ്തമായ എന്തൊക്കെ ഏരിയകളുണ്ടോ അവിടെയൊക്കെ നമ്മളെ ഈ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പൈത്തൺ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ പ്രോഗ്രാം ലാംഗ്വേജ്. ഇത് പിന്നെ ഇതിന്റെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ ഉണ്ടല്ലോ, ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷനിൽ പിന്നെ നമ്മളെ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസിൽ, സ്റ്റാറ്റിസ്റ്റിക്സൽ അനാലിസിസിൽ, പിന്നെ അടുത്ത മെഷീൻ ലേണിംഗില്, ഡാറ്റ മൈനിങ്ങില്, ഡാറ്റ വിഷ്വലൈസേഷനില്, ഇതിൽ നമ്മൾ ഈ പൈത്തണിന്റെ സാന്നിധ്യം ഉണ്ട് എന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ ഓപ്റ്റിമൈസേഷൻ തുടങ്ങിയ ആൾജിബ്രിക് കാൽക്കുലസിൽ നമ്മൾ പിന്നെ ആൾജിബ്രിക് ആയിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്സ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് വിങ്ങിലാണ് ഇതൊക്കെ ഈ വരുന്നത്. പിന്നെ നമുക്ക് അതിന്റെ പിന്നെ എന്താ പറയാ ഈ പിന്നെ ഇന്റഗ്രേഷന് അങ്ങനത്തെ കുറെ ആൾജിബ്രിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കണ്ടല്ലോ, കാൽക്കുലസ് ഓപ്പറേഷൻ, ഇന്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് പൈത്തന്റെ പിന്നെ ലീനിയർ ആൾജിബ്ര മറ്റേ അങ്ങനത്തെ കുറെ മാട്രിക്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇത് ഈ ഏരിയയിലൊക്കെ പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്രാഫ് തിയറിയിൽ, മാത്സിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഗ്രാഫ് തിയറിയിൽ, പിന്നെ അതിലൊക്കെ ഈ പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. എനിക്കത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും ഈ പൈത്തണിന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ സാധാരണ മെക്കാനിക്കൽ ഈ ന്യൂമറിക്കൽ അനാലിസിസ് മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് പിന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ്. തെർമോഡൈനാമിക്സ് ഇതൊക്കെ സാറേ മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അതെ സാർ. ചെയ്തത് എഞ്ചിനീയറിംഗ് ബീങ് ആയിരിക്കും പൈത്തൺ പഠിച്ചാൽ ഉണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ സിലബസിൽ ചെറിയ രീതിയിലാണ് ഇത് ഉണ്ടാവുകയാണെങ്കിലും പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ പൈത്തൺ പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ലൈവായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് പൈത്തൺ പഠിച്ച കുട്ടികളുണ്ടോ ഇതിലിപ്പോ? സാറേ, ഷമീർ സാർ. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ സാറേ? ഷൈൻ സാർ പറഞ്ഞോ. നമ്മുടെ കുട്ടികൾ ആരൊക്കെ ഒന്ന് രണ്ട് പേര് നമ്മുടെ ഈ സെഷൻ്റെ ഇടയിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് എന്തെങ്കിലും സംശയം ഉള്ളത് കൊണ്ടാണോ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഏരിയനെ കുറിച്ച് അവർക്ക് അറിയാൻ വേണ്ടിയാണോ എന്നറിയില്ല. അതല്ല എങ്കിൽ നമുക്ക് സാറ് നമുക്ക് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ സാറ് നമുക്ക് ലൈവായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. പ്രോഗ്രാമിംഗ് ഒരു 1-2 എക്സാമ്പിൾ ആയിട്ട് അത് കഴിഞ്ഞിട്ടായാലും മതി, കുട്ടികളുടെ ഡൗട്ടേ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി.
അപ്പോൾ നമ്മുടെ അപ്പം പിന്നെ കുട്ടികൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ സെക്ഷൻ്റെ എൻഡിൽ നമ്മൾ ഫീഡ്ബാക്ക് ഫോമുകൾ ഷെയർ ചെയ്യും. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ സാറ് കണ്ടിന്യൂ ചെയ്തോളൂ സാർ. ഓക്കെ. എന്നാലും കുട്ടികൾ, ഞാനിത് പറയുന്നത് പിന്നെ മെക്കാനിക്സ് ആയതുകൊണ്ട് കമ്പ്യൂട്ടർ ടോപ്പിക്കാണ് ഈ പൈത്തൺ എന്ന് കരുതിക്കൊണ്ട് അതിനെ നമ്മൾ മാറ്റിവെക്കേണ്ട ഒരു ആവശ്യമില്ല. പൈത്തൺ എല്ലാ ഏരിയയിലും, മെക്കാനിക്കൽ അല്ല സോറി എഞ്ചിനീയറിംഗിലും ആർക്കിടെക്ചറിലും എഞ്ചിനീയറിംഗിലും പ്രോഗ്രാമിങ്ങിലും ഒക്കെ പൈത്തൺ ആവശ്യമാണ്. അതുകൊണ്ട് താല്പര്യമുള്ള കുട്ടികൾ പൈത്തണും കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ, ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യും. ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നത്, ഞാനിപ്പം പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്താൽ എല്ലാ വേർഷനും പിന്നെ സപ്പോർട്ട് എൻ്റെ സിസ്റ്റത്തിൽ ചെയ്യുന്നില്ല. എൻ്റെ സിസ്റ്റം കുറച്ച് പഴച്ചതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ലൈവായിട്ട് കമ്പൈലർ ഉണ്ട് പൈത്തൻ്റെത്, അതിലാണ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഞാൻ ആദ്യം ഇതൊന്ന് ഷെയർ ചെയ്യാം എൻ്റെ സ്ക്രീന്. സെക്കൻഡ്. സാർ എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ആ സാർ കാണുന്നുണ്ട്. ഓക്കെ. ഈ സ്ക്രീൻ ഒന്ന് വലുതാക്കണം. പിന്നെ നോക്കും, നോക്കട്ടെ. ഓക്കെ. ഞാൻ സ്ക്രീൻ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. കാണുന്നുണ്ട് എന്ന് കരുതുന്നു അല്ലേ? സ്ക്രീൻ കാണുന്നില്ല സാറേ? അതെ സാർ, കാണുന്നുണ്ട്. ഓക്കെ. നമ്മൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപേക്ഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞു. ഞാനിപ്പോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നമ്മളൊരു പൈത്തൺ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാം. ജസ്റ്റ് നമുക്കൊരു വെൽക്കം എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒന്നും വേണ്ടില്ല. ജസ്റ്റ് പ്രിന്റ് കൊട്ടേഷന്റെ ഉള്ളിൽ വെൽക്കം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിന്റെ ഔട്ട്പുട്ട് വരും. ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈൻ കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാം. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പൊ സി ആയിക്കോട്ടെ, CPP ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, വേറെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇതിന്റെ കൂടെ തന്നെ കുറെ ലൈൻസ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പൈത്തൺ വളരെ സിമ്പിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒരു ലൈൻ കൊണ്ട് ഞാനൊരു മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു 2 സംഖ്യകൾ കൂട്ടുന്ന പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ A എന്ന് പറയുന്ന ഒരു സംഖ്യക്ക് 10 എന്ന് കൊടുത്തു, B എന്ന് പറയുന്ന സംഖ്യക്ക് 20 കൊടുത്തു. ഇത് രണ്ടും കൂട്ടണം. സം ഈക്വൽ ടു A പ്ലസ് B. എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, സം വേരിയബിൾ കൊടുത്തു. ഇവിടെ സമ്മ് കണ്ട ഈ വേരിയബിൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, സം ഈക്വൽ ടു 30 എന്ന് നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ഡിക്ലറേഷൻ കൊടുക്കും. പിന്നെ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഇതിന്റെ ടൈപ്പ് ഒക്കെ പറയും. ഇന്റിജർ ആണോ, ക്യാരക്ടർ ആണോ, ഫ്ലോട്ട്, സ്ട്രിങ് ആണോ എന്ന് പറയണം. പൈത്തണിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ എന്താണോ അസൈൻ ചെയ്യുന്നത് അപ്പൊ ആ ടൈപ്പ് എടുത്തോട്ട് ഇവിടെ 10 കൊടുത്താൽ ഇന്റിജർ ആണ്. ഇനി ഞാൻ 10.5 എന്ന് പറയുന്നത് ഫ്ലോട്ട് ആയിട്ട് എടുക്കും. ഇനിയിപ്പോ ഞാൻ B 20.5 എടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ആയിട്ട് എടുക്കും. നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 31 കിട്ടും. ഫ്ലോട്ട് ആയിട്ട് ഉത്തരം കിട്ടും. ഓക്കെ. അപ്പൊ ഡിക്ലർ ചെയ്യാൻ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ ഈ 2 സംഖ്യേന്റെ സമ്മ് കണ്ടല്ലോ. ഇനിയിപ്പോ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ എവിടെ ചെയ്യുന്നു, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഉത്തരം ഇവിടെ ഡിവിഷൻ നമുക്ക് ഇവിടെ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഹലോ സാർ അപ്പൊ നമ്മള് പ്രിന്റ് അവിടെ സം തന്നെയാണല്ലോ കൊടുത്തത്. അപ്പൊ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അവിടെ മാറ്റണമെന്നില്ല? ആ മെസ്സേജ് മാറ്റാൻ ഞാൻ ഡിവിഷൻ കൊടുത്തൂടാ. അല്ല ഡിവിഷൻ ഈ സം എന്ന് കാണുന്നത് നമ്മൾ കൊടുക്കുന്ന ഉത്തരം സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ആണ്. അത് ഈ മെസ്സേജിന്റെ ഇവിടെ കാണുന്ന മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ഡിസ്പ്ലേയിൽ അത് സം ആണെന്ന് കാണിക്കാൻ വേണ്ടി സമ്മ്, ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ കൊടുക്കാം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ഇവിടെ ഡിവിഷൻ ഈക്വൽ ടു ആണ്. ഞാനിപ്പം ഇവിടെ 10.5 ഇട്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ അവിടെ എന്ത് ചെയ്തു 10 നോക്കി. ഇപ്പൊ നമുക്ക് 5 എന്നൊരു ഉത്തരം കൊണ്ട് കിട്ടി. ഡിവിഷൻ ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഞാനൊരു ഫസ്റ്റ് ഗ്രീൻ ലെറ്ററിൽ കാണുന്നത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള, പ്രിന്റ് ചെയ്ത് കാണിക്കാനുള്ള വാല്യൂ അല്ലേ? ഡിവിഷൻ ആണോ, സം ആണോ, മൾട്ടിപ്ലിക്കേഷൻ? ഇത് സ്ക്രീനിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാനാണ്. ഇവിടെ ഞാൻ ഇപ്പം ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹായ് എന്ന് അവിടെ വരും. ഇവിടെ ഹായ് ഈക്വൽ ടു ആ വാല്യൂ ഈക്വൽ ടു വരും. ഇനി ഓൺലൈനിലാണോ ചെയ്യുന്നത്? ഇപ്പൊ ഓൺലൈനിലാണോ ചെയ്യുന്നത്? ഞാൻ ഓൺലൈനിലാണ് ചെയ്യുന്നത്. ഈ സൈറ്റ് എങ്ങനെ പറഞ്ഞുതരുമോ? നമുക്ക് സാറേ, ഞാനിപ്പോ എടുത്തത് programmist.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ്. ഇനി W3 സ്കൂൾ ഉണ്ട്, അതിൽ ചെയ്യൽ നല്ലതായിരിക്കും. W3 സ്കൂളിൽ ഓൺലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കമ്പൈലർ ഉണ്ട്, പൈത്തന്റെ കമ്പൈലർ ഉണ്ട്. കണ്ടിന്യൂ ചെയ്യട്ടെ സാറേ? ഓക്കെ. ഞാനിപ്പോ ഇതിലിപ്പോ ഒരു വേരിയബിൾ, ഈ ഒരു വേരിയബിൾ ഒരു സംഖ്യ മാത്രമേ എടുത്തുള്ളൂ. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ സംഖ്യ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ നമുക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഞാൻ അതിന് ഒരു വേരിയബിൾ എന്ത് ചെയ്തു, L ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ ഞാൻ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂ കൊടുക്കാം. 5, 10, 1, 20, 30, 25 ഇന്ന് കൊടുത്തു ഞാൻ. ഇനി ഞാൻ എന്ത് ചെയ്തു, അത് ഇവിടെ വാല്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തു. വാല്യൂസ് ഈക്വൽ ടു ആ വേരിയബിൾ, ഇത് ഈ ഡിക്ലെയർ ചെയ്യുന്ന പറയുന്ന പേരാണ് വേരിയബിൾ എന്നുള്ളത്. ആ വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയല്ലോ ഇവിടെ ക്യാപിറ്റൽ എൽ ആണ്, സോറി, ക്യാപിറ്റൽ എൽ ആയതുകൊണ്ട് ക്യാപിറ്റൽ എൽ കൊടുത്താണ്. ഞാൻ കൊടുത്ത വാല്യൂസ് ഈക്വൽ ടു 5, 10 ഈ രീതിയിൽ നമുക്ക് എന്തായി അവിടെ വന്നു. ഇതിന് പറയുന്ന പേരാണ് ലിസ്റ്റ് എന്നാണ് പറയുക. ലിസ്റ്റ് അരേന്റെ വേറെ മോഡലാണ്. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ്, ഇവിടെ 5, 10, 20 നമ്മൾ കൊടുത്തു. മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിംഗിൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രത്യേകത ഇന്റിജർ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫ്ലോട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇനി സപ്പോസ് നമുക്ക് സ്ട്രിങ് വേണമെങ്കിൽ സ്ട്രിങ്ങും കൊടുക്കാം. ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് അതിൽ എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അത് പൈത്തണിൽ സപ്പോർട്ട് ചെയ്യുന്ന പൈത്തണിലുള്ള ഒരു ലിസ്റ്റിൽ നമ്മൾ റെപ്രസെന്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ ഈ ലിസ്റ്റ് വാല്യൂസിൽ നമുക്ക് ഇതിൽ ഈ തന്ന വാല്യൂസിൽ മാക്സിമം വാല്യൂ ഏതാന്ന് കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ മാക്സിമം ഈക്വൽ ടു എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മാക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. മാക്സ് ഓഫ് L കൊടുത്തു കഴിഞ്ഞാൽ ഈ തന്ന ഈ 5, 1, 2, 3, 4, 5, 6 ഏതാണ് വലിയ വാല്യൂ അതിവിടെ പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ തന്ന വാല്യൂസിൽ 30 30 ആണ് ഏറ്റവും വലിയ വാല്യൂ. അതിവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. വളരെ സിമ്പിൾ ആണ്. ഒരു ലൈനിലോ 2 ലൈനിലോ കൊണ്ട് നമുക്ക് തന്ന സംഖ്യകളുടെ മാക്സിമം വാല്യൂ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇത് വേറെ ഒരു ലാംഗ്വേജിൽ പറ്റില്ല. ഈ 2 ലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രോഗ്രാം. ഇനി നമുക്ക് മിനിമം കാണണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് കൊട്ടേഷന്റെ ഉള്ളിൽ മിനിമം ഈക്വൽ ടു കൊട്ടേഷൻ ക്ലോസ് കോമ MIN ഓഫ് L എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഓഫ് L എന്ന് പറയുന്നത് ഈ വേരിയബിൾ ആണ് L. ഈ തന്ന സംഖ്യകളിൽ മിനിമം ഏതാണോ അത് ഇവിടെ പ്രിന്റ് ചെയ്യും. നമുക്ക് നോക്കാം, ഇവിടെ കണ്ട മിനിമം നമുക്ക് ഇതിൽ തന്നതിൽ 1 ആണ് മിനിമം ഉള്ളത്. അപ്പൊ ആ സംഖ്യയിൽ നമുക്ക് എന്ത് ചെയ്തു, മിനിമം കിട്ടി. ഇനി നമുക്ക് ഉള്ളത് സോർട്ട് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂ സോർട്ട് ചെയ്യാൻ പറ്റും. കൊട്ടേഷന്റെ ഉള്ളിൽ സോർട്ട് ഈക്വൽ ടു കൊട്ടേഷൻ ക്ലോസ് കോമ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ L ഡോട്ട് സോർട്ട് എന്ന്
കൊടുക്കുന്നു. എൽ ഡോട്ട് സോർട്ട് ഫംഗ്ഷൻ വേണം. ഫംഗ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നു. ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഞാനിവിടെ എൽ ഡോട്ട് സോർട്ട് നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. എൽ ഡോട്ട് സോർട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എല്ലിന്ന് മാത്രം പ്രിന്റ് ചെയ്താൽ മതി. എല്ലിന്ന് മാത്രം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തന്ന സംഖ്യകൾ ഇവിടെ 1, 5, 10, 20, 25, 30 ഈ ലിസ്റ്റിലുള്ള വാല്യൂ നമുക്ക് ഇവിടെ തന്ന ഈ വാല്യൂ സോർട്ടായി, അസെൻഡിങ് ഓർഡറിൽ സോർട്ടായി. ഇത്ര നോക്കിയാൽ ഒരു ലൈനും ഉണ്ട്, ഒറ്റ ലൈനുണ്ട്. ഈ 2 ലൈനും കൊണ്ട് നമുക്ക് എന്തായി ഈ സോർട്ട് ഒരു സംഭവം സോർട്ട് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ ഇതിലിപ്പോ ഞാനിപ്പോ ഇന്റിജറാ കൊടുത്തത്. സപ്പോസ് ഞാനത് ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ കൊട്ടേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ Z കൊട്ടേഷൻ കൊടുത്തു. ഇനി കൊട്ടേഷനുള്ളിൽ Y കൊടുത്തു, കോമ കൊട്ടേഷനുള്ളിൽ A കൊടുത്തു, M കൊടുത്തു. ഞാൻ ഇന്റിജറിനെല്ലാം ഡിലീറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാ സോർട്ട് ചെയ്യാം? ഇത് കണ്ട AMZY വന്നല്ലോ. ഇപ്പൊ ഇത് നമുക്ക് ക്യാരക്ടർ ആയിക്കോട്ടെ പിന്നെ സ്ട്രിങ് ആയിക്കോട്ടെ എന്തായാലും നമുക്ക് പിന്നെ ഒറ്റ ലൈനിൽ സോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതില് ഇപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈം കൊണ്ട് ഞാൻ 2-3 പ്രോഗ്രാമുകളുടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ടൈം ഞാനിപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ വെച്ചിട്ടുകൊണ്ട് മീഡിയം കാണാൻ ഉദ്ദേശിക്കുകയാണ്. മീഡിയം ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മീഡിയം കാണാൻ കഴിയും. ഓക്കെ, ഇതിൽ മീഡിയം സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സിൽ മാത്തമെറ്റിക്കലൊക്കെ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഉണ്ട് പൈത്തണിൽ. അത് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അത് നോർമലി നമുക്ക് വരില്ല, നമ്മൾ എന്താ വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഫംഗ്ഷൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീഡിയൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മീഡിയൻ കാണാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ മീഡിയൻ ക്ലിയർ ആണല്ലേ? കാൽക്കുലേറ്റ് മിഡിൽ വാല്യൂസ് ഗ്രീൻ ലെറ്ററിൽ കാണുന്നത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണോ? ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന അത് ഞാൻ അവിടെ ഇതൊരു കമാൻഡ് ലൈനിൽ കൊടുത്തതാണ് എന്താന്ന് കാണിക്കാൻ വേണ്ടിട്ട്. അത് വേണ്ട, അത് 7 വന്നു. നമുക്ക് ഇതാണ് ഇതിന്റെ മീഡിയൻസ് വരുന്നത്. ഇനി ഞാൻ അടുത്തൊരു പ്രോഗ്രാം ഞാൻ എടുക്കുന്നത് പ്രിന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീഡിയൻ എന്ന ഒരു കമാൻഡ് കൊടുത്തതിന് താഴെ പ്രിന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അത് ഈക്വൽ ടു കൊടുത്താൽ അങ്ങനെയും കൊടുത്താൽ പോരെ? ഈ സാധനം നമുക്ക് ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കണം. ഇതാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് മോഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ആ പേര് വെച്ചിട്ട് നമ്മൾ മീഡിയൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കും. ഇത് ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ആണ്. ഇത് നമ്മളെ ലിസ്റ്റ് വാല്യൂ, നേരെ കൊടുത്ത ലിസ്റ്റ് വാല്യൂ. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് 2 ലൈനിൽ കൊടുക്കാം. ഞാൻ കാണിക്കുന്നത് 2 ലൈനും ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്തു, കാണണം. ഓക്കെ, ഞാൻ ആദ്യം എന്ത് ചെയ്തു, നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ numpy എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ല സോറി ഇമ്പോർട്ട് ചെയ്യണം. നമ്മളത് പഠിക്കും. ഇത് അറേ റെപ്രസെന്റിംഗ് ആണ്. പൈത്തണിൽ യൂസ് ചെയ്യുന്ന അറേ മാട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. തൊട്ട് ഞാൻ കൊടുത്തു, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുത്തു. എന്നിട്ട് അതിന്റെ മീൻ കാണണം. ഈ സംഖ്യകളുടെ ഇത്രയും സംഖ്യകളുടെ മീൻ കാണണമെങ്കിൽ ഈ numpy എന്ന് പറയുന്നത് numpy ഡോട്ട് മീൻ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഇതിന്റെ മീൻ കണ്ടു. ഓക്കെ, അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീൻ വാല്യൂ നമുക്ക് എന്തായി കിട്ടി. ഇപ്പൊ മാത്സിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ 2 ലൈനിലൊന്നും നമുക്ക് മീൻ കാണാണ്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മീഡിയൻ കാണണം. അപ്പൊ മീഡിയൻ ഓൾറെഡി പറഞ്ഞതാണ്. എനിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിലും നമ്മളുടെ വളരെ സിമ്പിൾ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ
STD എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ തന്ന വേരിയബിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് STD എന്ന് പറയുന്ന നമ്പർ ഡോട്ട് STD ഈ ലൈൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കറക്റ്റ് ആയിരിക്കും. നമുക്ക് നോർമൽ മാത്തമാറ്റിക്സിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 5 മിനിറ്റ് സമയം എടുക്കും. മാത്തമാറ്റിക്സിൽ എനിക്ക് ഒരു ലൈനിൽ ഈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇനി നമുക്ക് പെർസെന്റേജ് കാണണമെങ്കിൽ, ഓക്കെ, പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ആർക്കറിയാവാ? പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വാല്യൂ ഉണ്ട്. നമ്മളിപ്പോ ഇതിൽ ഒരു കുറെ വാല്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഏജ് ആണ് ഇത്. ഏജിൽ ഞാൻ ഇവിടെ ഒരു 75 എന്ന് പറഞ്ഞു. 75% പിന്നെ കുറവുള്ള ആളാ 75% എത്രയാണോ ആ സംഖ്യ നമുക്ക് ഇവിടെ ഇരുന്ന് കാണും. ഇതാണ് 43 ആണ്. ചെറിയ സംഖ്യകളുടെ ഏജിൽ 75% ഏജ് ഉള്ള ആള് 75 ഏജ് ഉള്ള ആൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കാണാനും നമ്മുടെ പെർസെന്റേജ് കാണാനും ഈ മാട്രിക്സിലേക്ക് പോവുകയാണ്. ഒന്ന് ഫാസ്റ്റ് ആവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? കുറെ നമ്മൾ ഏജ് കൊടുത്തല്ലോ, കുറെ നമ്മൾ സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നിശ്ചിത ശതമാനം 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 75% ഉള്ള വാല്യൂ എത്രയാണോ വരുന്നത് അത് അവിടെ നമുക്ക് കാണിച്ചു തരും. 43 ആണ് ആ തന്നതിന്റെ 75% എന്ന് പറയുന്നത്. ഇനി മാട്രിക്സ് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാട്രിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാട്രിക്സ് ഉപയോഗിക്കണമെങ്കിൽ നംപൈ എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഈ നംപൈ എന്ന് പറയുന്ന മോഡ്യൂള് നോർമൽ കേസിൽ പൈത്തണിൽ അത് ഇൻസ്റ്റാൾ ആവില്ല. നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, പൈത്തണിലെ ഒരു കാട്ടും ഈ അരേന്റെ പ്രത്യേക 50 times ഫാസ്റ്റ് ആയിരിക്കും ഈ നമ്പർ ഉപയോഗിക്കുന്ന അരയിലെ കാൽക്കുലേഷൻ സ്പീഡ് വർദ്ധിപ്പിക്കുന്നത്, എക്സിക്യൂഷൻ സ്പീഡ്. പിന്നെ ഇത് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. നമ്പർ എന്ന് പറയുന്ന മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യും. ഞാൻ അതിനെ ചുരുക്കിയിട്ട് NB എന്ന് കൊടുത്തു. ഓക്കെ, അതിൽ നമ്പർ ടൈപ്പ് ചെയ്യണമല്ലോ, അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, NB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ NP എന്ന് ഉപയോഗിച്ചാൽ മതി. നേരത്തെ നമ്പർ തന്നെ ഉപയോഗിച്ചത് തന്നെ ഉപയോഗിക്കുന്നതിന് പകരം അതിന് ചുരുക്കിയിട്ട് NB കൊടുത്താൽ മതി. അരേ ഓഫ് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. അരേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 1 ഡയമെൻഷണൽ അരയാണ് ഈ പറയുന്നത്. 1 ഡയമെൻഷണൽ അരയാണ് റൺ ചെയ്താൽ അത് പ്രിന്റ് ARR. ഈ മാട്രിക്സിന്റെ പേര് ഞാൻ ഫോർ എക്സാമ്പിൾ മാട്രിക്സ് A ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, ഞാനിവിടെ A എന്ന് കൊടുത്തുകൊണ്ട് മാട്രിക്സ് നമ്മളെ ഈ അരയില് ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അരയിൽ എത്ര എലമെന്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. 2 ഡയമെൻഷൻ അറേ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 ഡയമെൻഷൻ എന്താ 2 ഡയമെൻഷൻ അവിടെ ഇല്ല. ഓക്കെ, ടൈപ്പ് ചെയ്ത് വെച്ചാൽ 2 ഡയമെൻഷൻ ഇല്ലതാ. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യാം. കൊമ്മ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്സും കൂടി കൊടുത്ത് 2 4 5 എത്ര 1 2 3 4 5 1 2 3 4 5 കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പൊ നിങ്ങളൊരു ബ്രാക്കറ്റിന്റെ കുറവുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ സാറേ ഇതിപ്പോ ഒരു 2 ഡയമെൻഷനിൽ അരേ. ഇപ്പൊ 1 2 3 4 5 ഫസ്റ്റ് റോ ആണ്, ഇത് സെക്കൻഡ് റോ ആണ്. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. 0th റോ ഫസ്റ്റ് റോ എന്നാ പറയാ. ഇത് 0th പൊസിഷൻ ആണ്, 01 പൊസിഷൻ ആണ്, 02 പൊസിഷൻ ആണ്, 03 പൊസിഷൻ ആണ്, 04 പൊസിഷൻ ആണ്. അപ്പൊ അത് ഞാൻ കൂടുതൽ പറയാനില്ല. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, 2 ഡയമെൻഷൻ. ഇനിയിപ്പോ 3 ഇവിടെ കൊമ കൊടുത്തു, സ്ക്വയർ ബ്രാക്കറ്റിൽ ഒന്നും കൂടി കൊടുത്തുകഴിഞ്ഞാൽ 3 ഡയമെൻഷൻ മാട്രിക്സ് ആവും നമുക്ക്. 3 1 2 3 4 5 3/5 മാട്രിക്സ് ആയിട്ട്
മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ സാറേ? ഒരു മാട്രിക്സ് റെപ്രസെന്റ് 2 ഡയമെൻഷൻ മാട്രിക്സ് റെപ്രസെന്റ് ക്ലിയർ ആയി വിചാരിക്കും ഞാൻ. ഓക്കെ, ഇനി രണ്ട് മാട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. സാധാരണ നോർമൽ കേസിൽ നമുക്ക് മാട്രിക്സ് അഡിഷൻ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്നതാണ്. സ്റ്റാർട്ടിങ് മാട്രിക്സ് പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് മാട്രിക്സ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇതില് ഞാൻ ഒന്നാമത്തെ അറയിൽ 10, 11, 12, 13, 14, 15 കൊടുത്തു. അത് ARR1 എന്ന് പറയുന്ന അരയാണ്. ARR2 അരേ 2 എന്ന് പറയുന്നത് സെക്കൻഡ് മാട്രിക്സ് ആണ്. ഇത് എന്ത് ചെയ്യുന്നു, ആഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ഫസ്റ്റ് മാട്രിക്സ് സെക്കൻഡ് മാട്രിക്സ്, ഈ രണ്ട് മാട്രിക്സിലെയും സംഖ്യകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്തിട്ട് ഉത്തരം വരും. ഇതാണ് ഉത്തരം വരുന്നത്. 10, 20, 30, 11, 21, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഉത്തരം വരും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി മൾട്ടിപ്ലൈ ആണെങ്കിൽ മൾട്ടിപ്ലൈ ഫംഗ്ഷൻ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ എന്ന് ഉപയോഗിക്കുന്നു. മൾട്ടിപ്ലൈ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഉത്തരം ഇവിടെ വരും. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഉത്തരമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സബ്സ്ട്രാക്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാട്രിക്സ് പിന്നെ ഇതാവുകയും ചെയ്യും. മാട്രിക്സിന്റെ പിന്നെ സബ്സ്ട്രാക്ഷൻ നമുക്ക് വരും. റോസും കോളംസും ഈക്വൽ അല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റാത്ത കേസ് അപ്പൊ തന്നെ കാണിക്കോ? കാണിക്കും. നമുക്ക് നോക്കി വെക്കാം. ഞാൻ ഇവിടുന്ന് ഒരു സംഖ്യ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ വരുക, എറർ വരും ഇവിടെ. അതായത് നമ്മളെ ഇപ്പം ഫസ്റ്റ് റോയില് 3 എലമെന്റ് ആണെങ്കിൽ സെക്കൻഡ് റോയിൽ 3 എലമെന്റ് വേണം. അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ നമുക്കിവിടെ വരും. നമുക്ക് നോക്കി വെക്കാം, ചെക്ക് ചെയ്ത് വെക്കാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ കാരണം വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് ഓപ്പറന്റ് കുഡ് നോട്ട് ബി ബ്രോഡ്കാസ്റ്റ് ഷേപ്പ് 6, 5 കണ്ട ഇവിടെ 6, 5 കാണുന്നുണ്ട്. നമ്മുടെ ഒന്നില് 1, 2, 3, 4, 5, 6 ആദ്യത്തേല് 6 ഉണ്ട്. 1, 2, 3, 4, 5 രണ്ടാമത്തേൽ 5 ആളും. അപ്പൊ ഇത് തമ്മിൽ മിസ്മാച്ച് വരും. അതുകൊണ്ടാണ് ആഡ് ആവാത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ സാറേ? ഓക്കെ. ഇനി ഞാൻ ഇതിൽ തന്നെ അഡിഷൻ ചെയ്തു, സോർട്ടിംഗ് ഉണ്ട്, ഞാൻ ഫാസ്റ്റ് ആക്കാം. ഇനി പിന്നെ നമ്മൾ ഈ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM പറഞ്ഞൂടെ, LCM മാത്സ്. അതെ. ഞാൻ 2 സംഖ്യ കൊടുത്തു. ഓക്കെ, 3ഉം 7ഉം കൊടുത്തു കഴിഞ്ഞാൽ LCM എത്ര വരുക, ആർക്കാ അറിയാവോ? 3ന്റെയും 7ന്റെയും 3ന്റെയും 7ന്റെയും LCM ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 21. യെസ്, നമുക്ക് നോക്കാം. 21 ആണ്. കണ്ടാ, അതാ പറഞ്ഞ. വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? അതെ. ഓക്കെ. സലീം ഈ സലീം സാറിന് ഏത് കോളേജോ? ഞാൻ കോഴിക്കോട് JDT ഓക്കെ. സലീം സാറ് സാർ ഇതിന്റെ ഇത് വരുന്നത് നംപൈ തന്നെയാണോ? നംപൈ മൊഡ്യൂൾ തന്നെയാണോ ഇതിന് ഉപയോഗിക്കേണ്ടത്? നംപൈ മൊഡ്യൂളാണ് ഉപയോഗിച്ചത്. അവിടെ LCM എന്ന് കൊടുത്താൽ മതി, np.lcm. നമ്മൾ ഇവിടെ LCM എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് സാർ. LCM കാണുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഫംഗ്ഷനെ വെച്ച് ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, ഇത്രയും വളരെ സിമ്പിൾ. ഇപ്പൊ ഇതേ പ്രോഗ്രാം C ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊരു 10-15 ലൈന് ഉപയോഗിക്കണം. പ്രോഗ്രാമിംഗ് C ഉപയോഗിച്ചാണെങ്കിൽ, CPP ഉപയോഗിച്ചാണെങ്കിൽ 15 ലൈൻ നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്നത്. ആകെ നമുക്ക് 1, 2, 3, 4 ലൈന് പ്രോഗ്രാം ഉണ്ട്. ആക്ച്വലി വേണ്ടത് ഈ 3 ലൈനാണ്. ഇത് പ്രിന്റ് ചെയ്യാനാണ്. 3 ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് LCMന്റെ, അതേപോലെ തന്നെ GCM കാണണമെങ്കിലും നമുക്ക് GCD, പിന്നെ ഡിനോമിനേറ്റർ കാണണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതേ നമ്മൾ എന്ത് ചെയ്യുന്നു, GCD ഡിനോമിനേറ്റർ കാണുന്നു. 3ന്റെയും 6ന്റെയും GCD എത്രയായിരിക്കും സാർ? നമുക്ക്
രണ്ടാണ്ടാവുക, രണ്ടല്ലേ വരും അല്ലേ? അല്ല മൂന്നല്ലേ? രണ്ടല്ല മൂന്നാണല്ലേ? ശരിയല്ലേ? മൂന്നല്ലേ? 3 ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് GCD കാണണമെങ്കിലും ഇതിപ്പോ എനിക്ക് എഞ്ചിനീയറിംഗിലായാലൊക്കെ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്ട് തന്നെ ആയിരിക്കും. അതിലൊക്കെ ഈ സംഭവം GCD, LCM, മെട്രിക്സ്, ഗ്രാഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പ്രോഗ്രാം അപ്ലിക്കേഷൻ ലെവലിൽ മാത്സിൽ തിയറി പഠിക്കുന്ന നമുക്ക് അപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രോഗ്രാമിനെ നമുക്ക് ആ തിയറി നമുക്ക് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസ് .com പിന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, പൈത്തണിന്റെ കമ്പൈലർ ഉണ്ട്, ഓൺലൈൻ കമ്പൈലർ കിട്ടും. ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, പൈത്തൺ ഓൺലൈൻ കമ്പൈലർ, അവിടെ ചെയ്യാൻ പറ്റും. ഇനി മൊബൈലിലാണെങ്കിലും നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യും. W3 സ്കൂളിൽ വേണമെങ്കിൽ നമുക്ക് W3 സ്കൂൾ ആണല്ലോ. അപ്പൊ നന്നായി തന്നെ മാത്സിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പൈത്തൺ ഈ പ്രോഗ്രാം അവിടെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ ഇനി ഫോണിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെ ആപ്പാണോ ചെയ്യേണ്ടതോ ഡയറക്റ്റ് ബ്രൗസറിൽ? ബ്രൗസറിൽ പ്രോഗ്രാമൈസ് ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഇത് ബ്രൗസറിലും കിട്ടൂലേ? ബ്രൗസറിൽ നമ്മൾ സാധാരണ ഗൂഗിൾ പോലെ നമ്മൾ ഗൂഗിൾ പോയിട്ട് ടൈപ്പ് ചെയ്യുക പൈത്തൺ ഓൺലൈൻ കമ്പൈലർ. ഈ പ്രോഗ്രാമിസ്.com ഇതിലുണ്ടാവുമല്ലോ അല്ലേ? ബ്രൗസർ മൊബൈൽ സപ്പോർട്ട് അല്ലേ? സപ്പോർട്ട്. ഇതാണല്ലോ ഓൺലൈൻ വെബ്സൈറ്റ് ആണല്ലോ. ഓക്കെ. അപ്പൊ അതിലൂടെ ചെയ്യാം. ഓക്കെ. തീർച്ചയായും നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞ് കാണും. പിന്നെ W3 സ്കൂൾ ആണെങ്കിൽ അവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ പറയും. അന്നേരം തന്നെ ട്രൈ യുവർ സെൽഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ആയ രീതിയിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്താൽ മതിയാവും. ഓക്കെ. ഇനിയിപ്പോ ഞാൻ പിന്നെ ഒന്ന് നേരത്തെ പറഞ്ഞ അപ്പ് വരക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പുതിയൊരു പിന്നെ ഇത് നമ്മൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യണം, മീൻസ് ഇമ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മൾ പഠിക്കുന്നത് മാത്ത് പ്ലോട്ട് ലിബ് എന്ന് പറയുന്ന സംഭവമുണ്ട്. മാത്തമാറ്റിക്കൽ പ്ലോട്ട് ലൈബ്രറി ഫംഗ്ഷൻ ആണ്. ഓക്കെ. പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അത്രയും സാധനം നമ്മൾ എന്ത് ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ നമ്പർ ഇൻസ്റ്റാൾ ചെയ്തു, അത് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇമ്പോർട്ട് ചെയ്തു. ഇനി മാത്തമാറ്റിക്സ് ഉള്ള സംഭവമാണ് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, മാത്സ്, പിന്നെ സൈൻ സീരീസ്, കോസ് സീരീസിന്റെ ഒക്കെ വാല്യൂസ് എന്ത് ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. മാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മോഡ്യൂൾ ഉണ്ട്, അത് ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ഇതിൽ കാണുന്ന ഈ ഇമ്പോർട്ട് സിഫ് എന്ന് പറയുന്നത് ഇത് ഓൺലൈൻ ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ്. സത്യത്തിൽ ഇത് വേണ്ടയില്ല നമുക്ക്. ഈ സാധനം നമുക്ക് നോർമൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന സമയത്ത് ഇത് വേണ്ടയില്ല. ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് 2-3 കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് വരും. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ സാധനവും ഓൺലൈൻ ചെയ്യുന്നത് കൊണ്ട് വന്നതാണ്, എല്ലാം ആവശ്യമില്ല. വാല്യൂ ഇമ്പോർട്ട് ചെയ്യണം. നേരത്തെ പൈത്തണിൽ നമ്പർ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ പുതിയ നമുക്ക് പിന്നെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ 2 വാല്യൂ x1 y1 x2 y2 എന്ന് പറഞ്ഞ ഒരു ലൈന് വരക്കണമെങ്കിൽ ഈ സാധനമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഈ സാധനം, ഈ മൂന്നാമത്തെ പറഞ്ഞ സാധനം നമുക്ക് നോർമൽ കേസിൽ വേണ്ട, അത് ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് അത് അവിടെ വേണ്ടതാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇമ്പോർട്ട് മാത്ത് പോർട്ട് ലിങ്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്പയും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ എന്ത് ചെയ്തു, എക്സ് ആക്സിസിലെ പോയിന്റ് ഞാൻ എന്ത് ചെയ്തു 1 8 എടുത്തു. y ആക്സിസിന്റെ പോയിന്റ് ഞാൻ 3 10 എടുത്തു. ഓക്കെ. 2 വാല്യൂ x1 y1 x2 y2 വാല്യൂ ആണ് ഞാൻ ഇവിടെ ഈ അരയിൽ എടുത്തത്, നമ്പർ അരയിൽ ഈ അരയെ ഉപയോഗിച്ചുകൊണ്ട് എടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്ലോട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഇവിടെ നേരത്തെ ഞാൻ PLT കൊടുത്തിട്ടുണ്ട്. ഈ മാത്ത് പ്ലോട്ട് ലിബിനെ ചുരുക്കിയിട്ട് PLT ചുരുക്കപ്പോലാക്കി. ഇവിടെ PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ് ആക്സിസിന്റെ വാല്യൂ y ആക്സിസിന്റെ വാല്യൂ കൊടുത്തു. PLT ഡോട്ട് പ്ലോട്ട്, ഇതൊരു ഫംഗ്ഷൻ ആണ്. PLT പ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്.
അതിൽ നമ്മൾ ഈ കൊടുത്ത ഈ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. എന്റെ ഷോ കൊടുക്കുന്നു, plt.show. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ മോഡ്യൂൾ ഹാവ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഇൻ ഡെവലപ്ഡ് ടു ദി മൊമെന്റ്. ഇത് ഓൺലൈനിൽ ഉണ്ടോ, ഇത് വർക്ക് ചെയ്യില്ല. ഇത് ഓൺലൈനിൽ വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു തകരാറുണ്ട്. അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇവിടെ ഞാൻ കൊടുത്തത്. എന്തോ റീസൺ കൊണ്ട് അത് ഓൺലൈനിൽ അത് വർക്ക് ചെയ്യുന്നില്ല. സത്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടത് ഈ മോഡ്യൂൾ എന്തോ സപ്പോർട്ട് ചെയ്യുന്നില്ല, വരേണ്ടത് ഇവിടെ നമുക്ക് ഒരു ഗ്രാഫ് വരച്ചിട്ട് x1 y1 എന്നുള്ള ഒരു ലൈൻ ഇവിടെ നമുക്കത് വരും. അതാണ് ഇതേപോലെ അത് ഒരു ലൈൻ ഗ്രാഫിനാണ് ഇനി വരച്ചത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പിന്നെ ഈ സ്കാറ്റേർഡ് ആയിട്ട് നമുക്ക് രണ്ട് വാല്യൂ, നമുക്ക് കുറെ വാല്യൂ x ആക്സിസ് y ആക്സിൽ ഗ്രാഫിൽ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യണം. ഓരോരോ പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ട് വാല്യൂ പ്ലോട്ട് ചെയ്യണം. നമുക്ക് സ്കാറ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. സ്കാറ്റർ ഫംഗ്ഷൻ ഉപയോഗിച്ചും ചെയ്യാം. ഇപ്പൊ അത് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. കൂടി ശ്രമിച്ചോക്കട്ടെ ഞാനിത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഇത് ക്ലോസ് ചെയ്ത് റിഫ്രഷ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ വരേണ്ട വരും. നമുക്ക് അങ്ങോട്ടേക്ക് ഞാൻ പോണോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു തന്നാൽ മതിയോ സാറേ? സാറേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായില്ലേ? ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഓക്കെ താങ്ക് യു. ഇനി സാർ ബാർ ചാർട്ട് വേണമെങ്കിൽ നമുക്ക് ബാർ ചാർട്ട് ഒരു സെക്കൻഡ് കൂടി വന്നത് സാറേ. ഉദ്ദേശിച്ച ഈ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നില്ല ഓൺലൈനിൽ. ബാർ ചാർട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോ ഇവിടെ ഇത് കണ്ടുകൂടാ, ABC എക്സ് ആക്സിസ് നമ്മൾ പേര് കൊടുക്കുക ABC എന്നുള്ളത്. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഈ സ്ക്വയർലെറ്റ് ബാർ ചാർട്ട് നമുക്ക് ഇവിടെ ബാർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സും വൈയും കൊടുത്തു കഴിഞ്ഞാൽ ബാർ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാർ ചാർട്ട് നമുക്ക് എന്ത് ചെയ്യും അവിടെ ഡിസ്പ്ലേ ചെയ്യാം. അതിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കാം, നമുക്ക് പൈ ചാർട്ട് വരയ്ക്കാം, ഇത് തുടങ്ങിയ ഒരുപാട് മാത്തമാറ്റിക്കൽ തന്നെ ഞാൻ നിർത്തുകയാണ് സാറേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ ഈ പൈത്തണിലുള്ള വിവിധ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, മോഡ്യൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇത്ര മാത്രം പറഞ്ഞത്. ഇനി നമുക്ക് GUI ആപ്ലിക്കേഷൻ, ഗ്രാഫിക്കൽ യൂസർ ആപ്ലിക്കേഷൻ ഉണ്ട്, ഡാറ്റാബേസ് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട്, വെബ്സൈറ്റ് HTML സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതൊന്നും പോകുന്നില്ല. മിനിമം നമുക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് സ്പീഡ് കൂടിപ്പോയെന്ന് സംശയമുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഷൈൻ സർ, സജിത് സർ. താങ്ക് യു സാർ. നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ കുട്ടികളൊക്കെ ബേസിക് ലെവൽ, അതായത് ഒരു ആരംഭം മാത്രമേ കുറിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ആണ് നമ്മളും ഉദ്ദേശിച്ചത്. സാറും ആ ലെവലിൽ തന്നെയാണ് നമുക്ക് കൈകാര്യം ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുമുണ്ട്. അവർക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ സെഷൻ 8:15 വരെയാണ് നമ്മുടെ സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ഞാൻ മെസ്സേജിൽ ഫീഡ്ബാക്ക് ഫോം ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് വീക്കിലെ സെഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്സ് ആണ്. അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് വീക്കിലെ സെഷൻ. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 2nd വീക്കിൽ നമുക്ക് എനർജി എൻജിനീയറിംഗ് എന്ന് പറയുന്നൊരു സെഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 16ാമത്തെ സെഷനായിരുന്നു. നമ്മുടെ സെറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ 16ാമത്തെ സെഷനാണ്. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഉള്ള സംശയങ്ങൾ, എന്തെങ്കിലും ഈ മേഖലയിലുള്ള സംശയങ്ങൾ ചോദിക്കാം. സാറേ, ഈ മോഡ്യൂൾ സാറേ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യൽ?
ആക്കിയിട്ടില്ല. ഓക്കെ. പിന്നെ സാറേ നമുക്ക് വിൻഡോസിലും ലിനക്സിലും ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. സാറ് ലിനക്സ് ആണെങ്കിൽ പിന്നെ sudo apt install എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. വിൻഡോസ് ആണെങ്കിൽ PID എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അത് സാർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കിട്ടും. ഹൗ ടു ഇൻസ്റ്റാൾ നമ്പൈ, ഹൗ ടു ഇൻസ്റ്റാൾ പിന്നെ മാത്പ്ലോട്ലിബ്, അത് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ ഗൂഗിളിൽ നമുക്ക് ജസ്റ്റ് sudo apt install നമ്പൈ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഇൻസ്റ്റാൾ ആയി. അത് ഇതിപ്പോ നമ്മള് ഓൺലൈൻ അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമ്പൈലർ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? ഓ തീർച്ചയായും. പൈത്തന്റെ സൈറ്റ് ഉണ്ട്. അതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി, കമാൻഡ് ചെയ്താൽ മതി. ഓ പിന്നെ സപ്പോർട്ട് ചില വേർഷൻസ് അത് സ്ലോ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ നോക്കിയത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഈ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഈ മൊഡ്യൂൾ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് കൊടുത്താൽ മതിയോ? ഓ മതി. ഓൺലൈനിൽ അതൊക്കെ വരുന്നുണ്ട്. ഓൺലൈൻ ആകുമ്പോൾ ഇമ്പോർട്ട് വെച്ച് ചെയ്താൽ മതി അല്ലേ? അത് ചെയ്താൽ മതി. ലിസ്റ്റ് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റിയ പല മൊഡ്യൂൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പിന്നെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുമ്പോൾ ഓരോ ആപ്ലിക്കേഷനും ഓരോ മോഡ്യൂൾസ് വേണം നമുക്ക്. മാത്തമാറ്റിക്സ് ആണെങ്കിൽ മാത്ത് മോഡ്യൂൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ സ്റ്റാറ്റ് മോഡ്യൂൾ വേണം, അറേ ആണെങ്കിൽ നമ്പൈ വേണം, പിന്നെ ഇത് പ്ലോട്ട് ചെയ്യണമെങ്കിൽ മാത്ത് പ്ലോട്ട്, ഡാറ്റാ വിഷ്വലൈസേഷൻ, ഡാറ്റാ സയൻസ്. ഇനി നമുക്ക് പിന്നെ GUI ആപ്ലിക്കേഷൻ ആണ്. ഗ്രാഫിക്സ് വെച്ചിട്ട് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സിൽ പേരൊക്കെ കൊടുക്കണമെങ്കിൽ TK Inter എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ്യൂൾ ഉണ്ട്. TK Inter. ഇങ്ങനെ ഓരോ ആവശ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിങ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതിപ്പോ നമുക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പൈത്തോന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെ മോഡ്യൂൾസ് ആണ് ഉള്ളത് എന്നുള്ള. W3 സ്കൂളിൽ പോവാ. W3 ഒന്ന് ടൈപ്പ് ചെയ്യാം. W3 സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടൈപ്പ് W3 സ്കൂൾ. ഓക്കെ. എല്ലാ ട്യൂട്ടോറിയലും അവൈലബിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇത് വെബ്സൈറ്റ്. ഓക്കെ. ഹലോ സാറേ, നമ്മുടെ അധ്യാപകരാരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു സനൽ സാർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ മറ്റ് അധ്യാപകരുണ്ടെന്ന് എനിക്കറിയില്ല. സജിത് സാറുണ്ട്. സാർ പൊളിയാണോ? സനൽ സാർ ഇല്ല സാറേ, സനൽ സാറ് നമ്മുടെ കൊട്ടിയം പോളിടെക്നിക്കിലെ സാറാണ്. അതുപോലെ തന്നെ മറ്റ് പോളിടെക്നിക്കിലെ അധ്യാപകരുണ്ടെന്ന് തോന്നുന്നു. കാണാൻ നമുക്ക് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. സനൽ സാറ് നമ്മുടെ സുഹൃത്താണ്. സനൽ സാർ NCC ഓഫീസർ അവിടുത്തെ കുട്ടിയത്ത്. അതെ സാർ NCC ഓഫീസറാണ്. അതെ സാർ, അതെ. സനൽ സാർ നമ്മുടെ അടുത്ത സുഹൃത്താണ്. സാറേ ചിലക്കര പോളിയിൽ NCC ഇല്ല എവിടാ? ഇല്ല സാറേ, ഇല്ല സാറേ, നമുക്ക് യൂണിറ്റ് ഇല്ല. ഏകദേശം എല്ലാ പോളിയിലും NCC ഉണ്ട്. നമ്മള് കമ്പാരിറ്റീവ്ലി പുതിയ പോളിയാണല്ലോ. നമ്മളൊരു 5 കൊല്ലമായി കൺസിസ്റ്റന്റ് ആയി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ക്യാൻസൽ ആയാലേ നമുക്ക് കിട്ടുള്ളൂ. അത് കിട്ടും സാർ, അപേക്ഷ കൊടുത്താൽ മതി. NCC ഉള്ളത് കൊണ്ട് പിന്നെ ഒരുപാട് പോളിടെക്നിക്കിലെ ടീച്ചേഴ്സായിട്ടും NCCന്റെ ചാർജ് ടീച്ചേഴ്സായിട്ടും നല്ല ബന്ധമുണ്ട് സ്റ്റേറ്റ് വൈഡിൽ. അതെ സാർ, അതെ. ഞങ്ങൾ ഷൂട്ടിംഗ് റേഞ്ചും എല്ലാം ലൊക്കേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇൻസ്പെക്ഷൻസ് ഒക്കെ കഴിഞ്ഞതാണ്, പക്ഷെ കിട്ടിയിട്ടില്ല. ഇപ്പൊ പിന്നെ ഗവൺമെന്റ് ഇതിലേക്ക് കിട്ടുന്നില്ല. ഇപ്പൊ എല്ലാം സെൽഫ് ഫിനാൻസിങ് FSFS മോഡലിലേക്കാണ് ഇപ്പൊ അവർ കൊടുക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് മോഡലാണ്. ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് പോളിയാവുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടും. ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും FSFS അവർ സ്വന്തം ക്യാഷ് അവർ പേ ചെയ്യണം. ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ സാർ. ഷൈൻ സാർ, നമുക്കിന്ന് ക്ലോസ് ചെയ്യാം.
സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മറ്റെല്ലാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരൊന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്കിന്ന് കൈകാര്യം ചെയ്തത് ഡോക്ടർ ഷമീർ സാറാണ്. അദ്ദേഹത്തിൻ്റെ വിലയേറിയ നമ്മുടെ ഈ ഒരു സെറ്റിൻ്റെ പ്രോഗ്രാമായിട്ടുള്ള ഈ വെബിനാർ സെഷനിൽ സാറ് പൈത്തണിനെ കുറിച്ച് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലൊക്കെ പഠിക്കുന്ന അറേസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള മീൻ മീഡിയൻ മോഡ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടുള്ള ടൂൾസുകൾ അതെങ്ങനെയൊക്കെ നമുക്കിതിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിലൂടെ നമുക്ക് അതിൻ്റെ റിസൾട്ടുകൾ എങ്ങനെ കണ്ടെത്താമെന്നായിരുന്നു സാറ് നമുക്ക് ഇത് കൈകാര്യം ചെയ്തത്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള നമുക്ക് പൈത്തണിനെ കുറിച്ചുള്ള നോളജ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് അവർക്ക് ഭാവിയിൽ അവരുടെ അടുത്തടുത്ത സെമസ്റ്ററുകളിൽ അവർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മെക്കാനിക്കൽ ബ്രാഞ്ചിലുള്ള കുട്ടികളെല്ലാം മറ്റു കോളേജുകളിലെ മറ്റു ബ്രാഞ്ചുകളിലുള്ള എല്ലാ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിലെ സ്റ്റുഡൻസും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ കുട്ടികളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഈ സെറ്റിൻ്റെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്കിവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത ഷമീർ സാറിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വെബിനാർ സെക്ഷനിൽ വോളണ്ടറി ആയിട്ട് സാറ് നമുക്ക് ഈ ഒരു സെക്ഷൻ മുന്നോട്ട് വന്ന് കൈകാര്യം ചെയ്തതിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സെഷനിൽ പങ്കെടുത്ത മറ്റ് പോളിടെക്നിക് കോളേജുകളിലെയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും അധ്യാപകർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സെറ്റിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൈയെടുത്ത് കോർഡിനേറ്റ് ചെയ്യുന്ന സജിത്ത് സാറിനും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ യാം ടീച്ചറിനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും വെബിനാർ സെഷൻ്റെ ഈ നല്ല നടത്തിപ്പിന് വേണ്ടി ഇനി അവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്സിനെ കുറിച്ചാണ്. അത് S6-ലെ നമ്മുടെ 6001 എന്നുള്ള സബ്ജക്റ്റ് കോഡ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ സെക്കൻഡ് വീക്ക് ഓഫ് സെപ്റ്റംബറിൽ എനർജി എഞ്ചിനീയറിംഗ് എന്ന ഒരു മേഖലയെ കുറിച്ചാണ് സെഷൻ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു തരാം. കഴിയുമെന്നുള്ള എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യുക, അതേപോലെ അധ്യാപകരും ജോയിൻ ചെയ്യുക. സജിത്ത് സാർ. ഒഫീഷ്യലി ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് സാറിനും അതേപോലെ പങ്കെടുത്ത മറ്റുള്ളവർക്കും നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് തൊട്ട് യൂട്യൂബ് ലൈവ് ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ ഇന്നത് നമുക്കത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല. ഇന്ന് നമ്മുടെ കോളേജിലെ സ്പോട്ട് അഡ്മിഷൻ സംബന്ധിച്ച് അത് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ നെക്സ്റ്റ് വീക്ക് മുതൽ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടന്റ് 16ാമത്തെ സെഷനാണ് നമ്മുടെ സ്റ്റുഡൻറ് എംപവർമെന്റ് ആൻഡ് ട്രെയിനിങ്. ഇന്നത്തെ ഒരു കണ്ടന്റ് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളൊരു പരീക്ഷണം നടത്തിയതാണ്. കാരണം ഇപ്പോൾ ഡാറ്റ അനാലിസിസിലായാലും വെബ് ഡെവലപ്മെന്റിലായാലും മെഷീൻ ലേണിങ്ങിലായാലും ഈവൻ ഗെയിം ഡെവലപ്മെന്റിലും സൈബർ സെക്യൂരിറ്റിയിലും വരെ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മുടെ പൈത്തൺ. അപ്പോൾ അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കി വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അവയർനെസ് മെക്കാനിക്കൽ ആയാലും മറ്റുള്ളവർക്കായാലും ഒരു ബേസിക്കലി സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നടത്താൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്. ആ ഒരു ബേസിക് സൈഡ് ഷമീർ സാർ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു തന്നു. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡൊമൈൻസ് 8, 9, 10 ഡൊമൈൻസിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു ബേസ് ലെവൽ എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള സെഷനായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കര ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ 2022-23 സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൺ സെല്ലാണ് സ്റ്റുഡൻറ് എംപവർമെന്റ് ആൻഡ് ട്രെയിനിങ്. നമ്മൾ സെറ്റ് എന്നാണ് പൊതുവെ ഈ സെഷൻസിലൊക്കെ പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇന്നോവേഷൻ, ഓൺട്രപ്രണർഷിപ്പ്, എംപ്ലോയബിലിറ്റി ഈ ഒരു 3 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്
അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ ഗൈഡ് ചെയ്യാനും അതിനെ നോറിഷ് ചെയ്യാനായിട്ട് നമ്മൾ വെബിനാറുകളും വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഹാൻഡ്സ് ഓൺ സെഷൻസ് ആണ് ഈ 2 വർഷമായി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു വർഷം നമ്മളൊരു 12 വെബിനാറാണ് ബേസിക്കലി നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഒരു 3rd വെബിനാർ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെബിനാറിൽ പൈത്തോൺ പ്രോഗ്രാമിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന രീതിയിലൊരു ബേസിക് സെഷൻ നമ്മുടെ ഷമീർ സാറാണ് റിസോഴ്സ് പേഴ്സണായിട്ട് നമ്മുടെ കൂടെ വന്നത്. സാർ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ബേസിക് ലെവൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലെ ഏതൊരു ക്ലാസ്സിലെ ഏതൊരു വർഷം പഠിക്കുന്ന കുട്ടിയായാലും അവർക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് വളരെ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സാറ് പ്രസന്റ് ചെയ്തത്. നമ്മുടെ ഡോക്ടർ ഷമീർ സാർ, അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സാറിന് വളരെയധികം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ സെറ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ സെഷനിൽ അറ്റൻഡ് ചെയ്ത നമ്മുടെ ഓരോ ഈ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്കും മറ്റ് അധ്യാപകർക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് നമുക്കൊരു പുതിയ സെഷനായിട്ട് കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സാർ. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇതിൽ ഫീഡ്ബാക്ക് ഫോം ഞാൻ ഇട്ടിട്ടുണ്ട് മെസ്സേജിൽ. എല്ലാവരും ആ ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത സെക്ഷനും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് ഓഫ് സെപ്റ്റംബറിലും 3rd വീക്ക് ഓഫ് സെപ്റ്റംബറിലും നമ്മൾ ഡിഫറെൻറ്റ് സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. എനിക്ക് തോന്നുന്നു അധ്യാപകർ സനൽ സാറിനെ കണ്ടിരുന്നു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ